എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ജൂൺ 5-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനം ഇതുവരെ കാണാത്ത വിവിധ തരത്തിലുള്ള ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിയമസഭയിൽ ധവളപത്രം അവതരിപ്പിച്ചു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അടിത്തറ തകർക്കുന്ന തീരുമാനങ്ങളാണ് മുൻ സർക്കാർ കൈക്കൊണ്ടത് എന്ന് ആരോപിച്ച് മുഖ്യമന്ത്രി മുൻ സർക്കാരിന്റെ കാലത്ത് നിയമിച്ച മുഴുവൻ ബോർഡ് കോർപ്പറേഷൻ ചെയർമാൻമാരെയും മാറ്റാൻ സർക്കാർ തീരുമാനിച്ചതായും അറിയിച്ചു. ധവളപത്രം അവതരിപ്പിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രഖ്യാപിച്ച പദ്ധതികൾക്കായി വകയിരുത്തിയ 3500 കോടി രൂപയിൽ 15000 കോടി രൂപ മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. പ്ലാൻ ഫണ്ടിൽ 20,500 കോടി രൂപയുടെ വലിയ കുറവാണ് ഉള്ളത് എന്നും ഫണ്ട് ലഭിക്കുമെന്ന അമിതവും തെറ്റായതുമായ കണക്കുകൂട്ടലുകളിൽ പദ്ധതികളിൽ ആവിഷ്കരിച്ചതാണ് സംസ്ഥാനത്തെ ഈ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ട്രഷറി ബാലൻസ് കണക്കുകൾ പെരുപ്പിച്ചു കാട്ടി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ മുൻ സർക്കാർ ശ്രമിച്ചു. ഇത് നിലവിലെ സർക്കാരിന് മേൽ വലിയ അധിക ബാധ്യതയാണ് അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. ധനകാര്യ വകുപ്പിനെ പോലും അറിയിക്കാതെ പ്രവർത്തിക്കുന്ന പ്രത്യേക സാമ്രാജ്യമായി കിഫ്ബി മാറിയെന്നും മുഖ്യമന്ത്രി രൂക്ഷമായി വിമർശിച്ചു. വരുമാനം നൽകുന്ന ഒരൊറ്റ പദ്ധതി പോലും കിഫ്ബി വഴി നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്നും പ്രാദേശിക സന്തുലിതാവസ്ഥ ഒട്ടും പരിഗണിക്കാതെ പണം ചെലവഴിച്ചതായും വലിയ അസമത്വമാണ് സംസ്ഥാനത്ത് രൂപപ്പെട്ടത് എന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ സംസ്ഥാനത്തിന്റെ കടം GSDP-യുടെ 35% എന്നും വികസന ചെലവ് ദേശീയ ശരാശരിയേക്കാൾ താഴെയാണ് എന്നും അദ്ദേഹം വിശദീകരിച്ചു. സർക്കാർ വന്നാൽ ധവളപത്രം ഇറക്കും എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. മുൻ സർക്കാർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ കടബാധ്യതകളും എണ്ണിപ്പറയുന്ന ധവളപത്രത്തിൽ കഴിഞ്ഞ മെയ് 16 വരെ ട്രഷറിയിൽ നീക്കിയിരിപ്പ് 2211 കോടി രൂപ ഉണ്ട് എന്നും മാർച്ച് 31 വരെ 6322 കോടി രൂപയുണ്ട് എന്നും ഏപ്രിൽ 5263 കോടി രൂപയുണ്ട് എന്നും വ്യക്തമാകുന്നു. അപ്പൊ ഇങ്ങനെ പൈസ നീക്കിയിരിപ്പ് ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് LDF സർക്കാർ അവസാന മാസമായിട്ടുള്ള ഏപ്രിൽ മാസത്തിൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ നൽകാതെ ഇരുന്നത് എന്ന് ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്നില്ല. മുൻ സർക്കാർ വരുത്തി വെച്ചിട്ടുള്ള കുടിശ്ശിക ബില്ലുകൾ തീർക്കാൻ 48,733 കോടി രൂപയും കിഫ്ബി വായ്പാ ബാധ്യത 21,000 കോടി രൂപയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടം 78,851 കോടി രൂപയും ആണ് എന്നും ധവളപത്രം പറയുന്നു. എന്തായാലും 19-ാം തീയതിയാണ് ബജറ്റ്. 5-ന് ഇന്ദിരാ ഗ്യാരണ്ടികളിൽ എന്തൊക്കെയാണ് നടപ്പിലാക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പെൻഷൻ എത്രയാണ് കൂട്ടുക? 3000-ലേക്ക് എത്തിക്കുമ്പോൾ ആദ്യം 100 രൂപയോ 200 രൂപയോ വർദ്ധിപ്പിക്കാനാണ് ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ സാധ്യത. ഒറ്റഘട്ടമായിട്ട് 3000 രൂപയാക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം, സ്ത്രീ സുരക്ഷാ പെൻഷൻ തുടരാനാണ് UDF സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ള അനൗദ്യോഗികമായിട്ടുള്ള വിവരം വരുന്നുണ്ട്. UDF സർക്കാർ അത് ഇപ്പോൾ നിർത്തിയിട്ടുള്ള ആ ഒരു പദ്ധതി വീണ്ടും തുടങ്ങും എന്നുള്ള റിപ്പോർട്ടുണ്ട്. അത് സ്ത്രീകൾക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. ഗ്യാസ് വിലയെയും LPG ക്ഷാമത്തെയും മറികടക്കാൻ LPGയേക്കാൾ വളരെ കുറഞ്ഞ ചിലവിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന തദ്ദേശീയമായ എഥനോൾ അധിഷ്ഠിത പാചക സ്റ്റൗ, എഥനോൾ കുക്കിംഗ് സ്റ്റൗ ഉടൻ പുറത്തിറക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കി. കരിമ്പ്, ചോളം, കർഷക അവശിഷ്ടങ്ങൾ എന്നിവയിൽ നിന്നും നിർമ്മിക്കുന്ന ഒരു ജൈവ ഇന്ധനമാണ് എഥനോൾ. സാധാരണ പാചക ഇന്ധനങ്ങളെ അപേക്ഷിച്ച് കാർബൺ മോണോക്സൈഡ് പോലുള്ള മാരകമായിട്ടുള്ള വാതകങ്ങളുടെ പുറന്തള്ളൽ എഥനോളിന് വളരെ കുറവാണ് എന്നും മന്ത്രി വ്യക്തമാക്കി. ഇറക്കുമതി ചെയ്യുന്ന LPGയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും അതുവഴി രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കുമെന്നും കരിമ്പ്, ചോളം കർഷകർക്ക് കൂടുതൽ വരുമാനം ലഭിക്കുന്നതിനും ഇത് വഴിയൊരുക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. 2014 പെട്രോളിൽ വെറും 1.5% എഥനോൾ മിശ്രിതം ഉണ്ടായിരുന്നത്. 2025 ഇത് 20% ഉയർത്താൻ ഇന്ത്യ തീരുമാനിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ആത്മവിശ്വാസത്തോടെയാണ് പാചക ആവശ്യങ്ങൾക്കും എഥനോൾ ഉപയോഗിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. ഇറാൻ യുദ്ധം കാരണം അസംസ്കൃത എണ്ണയുടെ ലഭ്യതയും വിതരണത്തിനുമുള്ള പ്രതിസന്ധിയാണ് ഗ്യാസ് സിലിണ്ടറുകളുടെ വിലയിൽ പ്രതിഫലിച്ചിരിക്കുന്നത്.
ഇത് നിയന്ത്രിക്കാൻ എഥനോൾ ഉപയോഗിക്കുന്നതിലൂടെ കഴിയും എന്ന് നിതിൻ ഗഡ്കരി പറഞ്ഞു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എങ്കിലും വൻതോതിൽ അരി എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി പോകുന്നുണ്ട്. നിതിൻ ഗഡ്കരിയുടെ മകന്റെ കമ്പനിയാണ് ഇത് രാജ്യത്ത് നടപ്പിലാക്കുന്നത് എന്നുള്ളതും ഒരു വിമർശനമായിട്ട് ഉയരുന്നു. ഈ ഗ്യാസിന് പകരം എഥനോൾ സ്റ്റൗ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യമല്ല, പെട്രോളിൽ 20% ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബോഡികളിൽ സ്റ്റിക്കർ പതിക്കാം, വാഹനത്തിന്റെ ബോഡികളിൽ സ്റ്റിക്കർ പതിക്കാം എന്നുള്ളതാണ്. അശ്ലീലമല്ലാത്ത ഏത് സ്റ്റിക്കറുകളും ഇനി വാഹനത്തിന്റെ ബോഡിയിൽ പതിക്കാം എന്നുള്ളതാണ്. ഇത് നിയമമായിട്ടില്ല, ശുപാർശയാണ്. അതുപോലെ തന്നെ വാഹനത്തിന്റെ ഉള്ളിൽ ആംബിയന്റ് ലൈറ്റുകൾ സ്ഥാപിക്കാം. ഡാഷ് ക്യാമറ, റിവേഴ്സ് ക്യാമറ, പാർക്കിംഗ് സെൻസർ, സീറ്റ് കവർ, ഫ്ലോർ മാറ്റ്, ക്രോം ഗാർണിഷ്, ഡോർ വൈസറുകൾ, മഡ് ഫ്ലാപ്പുകൾ, GPS ട്രാക്കർ, ആൻഡ്രോയിഡ് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, അഡീഷണൽ സ്പീക്കറുകൾ, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ഡോ ഹുക്കുകൾ, റൂഫ് കാരിയറുകൾ, 50% സുതാര്യതയുള്ള സൺഫിലിം, ഇവയെല്ലാം മുൻകൂട്ടി അനുമതി വാങ്ങാതെ തന്നെ വാഹനങ്ങളിൽ ചെയ്യാവുന്ന തരത്തിലാണ് MVD റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. ഇനി RCയിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ചെയ്യാവുന്ന മോഡിഫിക്കേഷനുകൾ ഇങ്ങനെയാണ്: വാഹനത്തിന്റെ നിറം പൂർണ്ണമായിട്ടും മാറ്റൽ, CNGയിലേക്ക് മാറ്റൽ, LPG CNG കിറ്റ് വെക്കൽ, ഇലക്ട്രിക് ആക്കി മാറ്റൽ, ഭിന്നശേഷി സൗഹൃദ വാഹനമാക്കൽ, ഷാസി ഫ്രെയിം മാറ്റൽ എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ സംസ്ഥാന ഗതാഗത വകുപ്പിന് മാക്സിമം ഇത്രയേ ചെയ്യാൻ കഴിയുകയുള്ളൂ. കേന്ദ്ര നിയമങ്ങളാണ് മറ്റുള്ളതൊക്കെ. അപ്പോൾ ഇങ്ങനെ നിയമങ്ങൾ വരുന്ന സമയത്ത് മറ്റുള്ള കാര്യങ്ങളിൽ കൂടി ഒരു കണ്ണടക്കൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ നമുക്ക് കാണാവുന്ന മോഡിഫിക്കേഷനുകൾ അതൊന്നും അവിടെ നടപ്പിലാക്കുന്നത് കൊണ്ടല്ല, മോട്ടോർ വാഹന വകുപ്പ് കണ്ണടക്കുന്നത് കൊണ്ടാണ്. അത് ഇവിടെയും പ്രതീക്ഷിക്കാം. മോട്ടോർ വാഹന വകുപ്പിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പറയുന്നത്. വിവിധ മാധ്യമങ്ങളിൽ, മനോരമ, മാതൃഭൂമി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ചാനലിലും ഈ ഒരു വിവരം പങ്കുവച്ചിരുന്നു. അതിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ഒരു തിരുത്താണ് ഇപ്പോൾ പറയുന്നത്. ചില മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലും ഓട്ടോറിക്ഷകളിൽ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കരുത് എന്ന രീതിയിൽ മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശം നൽകിയ വാർത്ത പ്രചരിക്കുന്നുണ്ട്. ഈ വാർത്ത അടിസ്ഥാനരഹിതമാണ് എന്നും മോട്ടോർ വാഹന വകുപ്പ് അത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിട്ടില്ല എന്നുള്ള വിവരവും അറിയിക്കുന്നു. നിലവിലെ നിയമങ്ങൾക്ക് അനുസൃതമായി അനുവദനീയമായ എണ്ണം കുട്ടികളുമായി സുരക്ഷിതമായി സർവീസ് നടത്തുന്നതിന് ഓട്ടോറിക്ഷകൾക്ക് യാതൊരുവിധ തടസ്സവും ഇല്ല എന്നുള്ള വിവരവും അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസം ഓട്ടോറിക്ഷയിൽ നിന്നും ഒരു കുട്ടി വീണതുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പിന്റെ അറിയിപ്പുണ്ട് എന്ന തരത്തിലുള്ള വാർത്തയാണ് പ്രചരിച്ചിരുന്നത്. കുട്ടികളെ മാക്സിമം സ്കൂൾ വാഹനങ്ങളിൽ പറഞ്ഞയക്കണമെന്നും കുത്തി നിറച്ച് പറഞ്ഞയക്കുന്ന ഓട്ടോറിക്ഷകളിൽ വിടരുത് എന്ന തരത്തിലായിരുന്നു ന്യൂസുകൾ പ്രചരിച്ചിരുന്നത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും.